ഞാനിപ്പോൾ ഉള്ളത് അർത്തുങ്കൽ പള്ളിയിലാണ്. 2026 ജനുവരി മാസം 27-ാം തീയതിയാണെന്ന്. ജനുവരി 10-ാം തീയതിയാണ് അർത്തുങ്കൽ പള്ളിയിൽ കൊടി കയറിയത്. ജനുവരി 10 മുതൽ ഇങ്ങോട്ട് 27-ാം തീയതി വരെ. ഇന്ന് 8-ാം പെരുന്നാളാണ്. 8-ാം പെരുന്നാൾ 8-ാം ഇടം എന്നൊക്കെ പറയും. ഇന്നാണ് 8-ാം പെരുന്നാൾ. ഇന്ന് പെരുന്നാൾ അവസാനിക്കുന്ന ദിവസമാണ്. ഭയങ്കര തിരക്കുള്ള ഒരു സമയമാണ്. ഇപ്പോൾ ഉച്ച സമയമാണ്. ഞാനിപ്പോൾ വന്നത് ഏകദേശം 11:30-12 മണിയായി. ഇപ്പോൾ തിരക്ക് കുറവുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഈ 8-ാം ഇടത്തിൻ്റെ ലൈവായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണിക്കുന്നത്. ദേവാലയത്തിലെ പ്രാർത്ഥനകൾ, കുർബാന, ഓരോരോ നേർച്ചകൾ, കഴുന്ന നേർച്ച എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങളെ. ഇനി ഞാൻ ഇതിൽ വോയിസ് ഉണ്ടാകത്തില്ല എൻ്റെ. നിങ്ങൾ ഈ പള്ളിയുടെ ലൈവായിട്ടുള്ള കാഴ്ചകൾ എല്ലാം തന്നെ നിങ്ങൾ കാണണം. വീഡിയോ സ്കിപ്പാകരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കാം. ഓക്കെ. ലോകത്തോട് അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് തോമസ് ഹാർവേ ഇപ്രകാരം ഒരു കട്ടെടുക്കല് നടത്തിയത്, അടിച്ചുമാറ്റൽ നടത്തിയത്. അങ്ങനെ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീന്റെ മകൻ അതിന് അനുവാദം നൽകി. അദ്ദേഹത്തിന്റെ അമ്മന്റെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഈ 1230 ഗ്രാം വരുന്ന ഈ തലച്ചോറ് 170 കഷ്ണങ്ങളാക്കി പഠനത്തിനായിട്ട് വിവിധ രാജ്യങ്ങളിലെ സയന്റിസ്റ്റുമാർ അവര് കണ്ടുപിടിച്ചു. ഒരേപോലെ കണ്ടുപിടിച്ചു. സാധാരണക്കാരന്റെ ഒരു തലച്ചോറാണ്. വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ചെറിയ സെൽസ്, ഗ്ലിംസ് സെൽസ് എന്ന് പറയുന്നതിൽ മാത്രമേ അല്പം വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. യൂണിഫൈഡ് ബ്രെയിൻ തലച്ചോറായിരുന്നു അദ്ദേഹത്തിന്റെ. ഇതാണ് അവര് സാക്ഷ്യപ്പെടുത്തിയത്. സാധാരണക്കാരന്റെ ജീവിച്ചിരിക്കുന്ന നാളില് അദ്ദേഹം ഇപ്രകാരം തന്റെ ഈ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് എഴുതിയതില്, തലച്ചോറിന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ശേഷം ലോകത്തോട് അദ്ദേഹം തന്റെ തലച്ചോറിനെ കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ലോകത്തോട് വെളിപ്പെടുത്തുകയുണ്ടായി. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തന്റെ ഗണ്യമാനമുള്ള ആലപ്പുഴ രൂപതാഘടകം ആരംഭിച്ചതിന്റെ 60-ാം വാർഷിക 2025 ആഘോഷിക്കുകയുണ്ടായി. ആലപ്പുഴ സെൻട്രൽ കൗൺസിൽ വജ്ര ജൂബിലിയുടെ നിലവിലാണ്. ഈ ജൂബിലിയുടെ ഓർമ്മയ്ക്കായി വൃക്കരോഗികളായ നിർധനരായ വ്യക്തികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനുതകുന്ന ഒരു ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുകയുണ്ടായി. ഇനിയും ഒരു യൂണിറ്റ് കൂടി തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. വിൻസെൻഷ്യൻ പ്രവർത്തകരുടെ സമ്പാദ്യത്തിന്റെ ഒരു പങ്കും സുമനസ്സുകളുടെ സഹായവും ചേർന്ന് വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പരസ്നേഹത്തിന്റെ വക്താക്കളായി നമുക്ക് ഓരോരുത്തർക്കും മാറുവാൻ ഈ പദ്ധതി ഞങ്ങളെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നതിനായി അവർക്ക് മാറുവാനും സാധിക്കും. കൂടുതൽ മക്കൾ ഈ ഉഭയുടെ പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാൻ സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ദിവ്യബലിക്കായി നമുക്ക് ഏവർക്കും കരങ്ങളുമായി വൈദികരെയും ജീവിതം ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സന്ദേശത്തില് ലിയോ 14-ാം മാർത്തോപ്പ പറഞ്ഞൊരു വാക്കുകളുണ്ട്.
നമുക്ക് ജീവിതത്തെ വീണ്ടെടുക്കാം. ഇംഗ്ലീഷ് സ്റ്റാർട്ട് എന്യൂ എന്നാണ്, പുതുതായിട്ട് ജീവിതം ആരംഭിക്കും. ശ്രദ്ധിക്കുക. ജീവിതത്തിൽ കുളത്തൂരിൽ നിന്ന് വന്ന ജോസഫ് മത്തായിയിൽ കാത്ത് മകനും കൂട്ടരും അടിമപ്പന്തലിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക. കുളത്തൂരിൽ നിന്ന് വന്ന ജോസഫ് മത്തായിയിൽ കാത്ത് മകൻ അടിമപ്പന്തലിൽ വെയിറ്റ് ചെയ്യുന്നു. യാത്രയ്ക്കിടയിൽ നഷ്ടപ്പെട്ടുപോയ നന്മകൾ മുഴുവനും വീണ്ടെടുത്തിട്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കാം, ജീവിതത്തെ വീണ്ടെടുക്കാമെന്നാണ് ലിയമാർക്കൊക്കെ പറഞ്ഞത്. ക്രിസ്തീയ സഭയുടെ പ്രാരംഭ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ ജീവിതത്തെ വീണ്ടെടുക്കാനും വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാനും സഹായിച്ച നമുക്ക് ആത്മീയ നൽകിയ ഒരു വലിയ വിശുദ്ധന്റെ തിരുനാൾ സമാധാന ദിവസത്തിലാണ്. യാത്രയ്ക്കിടയിൽ വിശ്വാസ യാത്രയ്ക്കിടയിൽ പതറിപ്പോകുന്ന മനുഷ്യരുണ്ട്, വീണുപോകുന്ന മനുഷ്യരുണ്ട്, വിശ്വാസത്തിന്റെ അടയ്ക്കപ്പെട്ട മനുഷ്യരുണ്ടായി. അവർക്ക് ഇടർച്ചയുണ്ടായി, പകർച്ചയുണ്ടായി. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങേ രക്തസാക്ഷി സെബസ്ത്യാനോസിനെ തന്റെ പീഡനങ്ങൾ തരണം ചെയ്യുവാൻ അങ്ങ് പ്രാപ്തനാക്കിയത് ഈ വിശുദ്ധന്റെ വിജയദിനം ആഘോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ സംരക്ഷണത്താൽ ശത്രുവിന്റെ കണികൾക്ക് മേൽ അജയരായി നിലനിർത്തുവാൻ അനുഗ്രഹിക്കുന്നു. സർവഭയങ്ങളിൽ നിന്ന് കർത്താവിനെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. സർവഭയങ്ങളിൽ നിന്ന് കർത്താവിനെ മോചിപ്പിച്ചു. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. സർവഭയങ്ങളിൽ നിന്ന് കർത്താവിനെ മോചിപ്പിച്ചു. ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുമുള്ളവർ അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന്റെ മുന്നിലും കുഞ്ഞാടിന്റെ മുന്നിലും കർത്താവ് നിങ്ങളോടുകൂടെ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നാണ്.
അക്കാലത്ത് ഈശോ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തുണ്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരായിട്ട് പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാൻ തള്ളിപ്പറയും. പാപങ്ങളുടെ കാലങ്ങളെ നീക്കം ചെയ്യുമാറാകട്ടെ. ഈ സമയത്തെ വിശുദ്ധ ബലിയുടെ മുഖ്യകാരനായ ബഹുമാനപ്പെട്ട സ്നേഹബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ, ഈ കൃതജ്ഞതാബലിയുടെ സമയത്തെ ശുശ്രൂഷ മഹാനെന്നറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ 1955 ഏപ്രിൽ 18 തീയതി മരിച്ചു. പേരുപോലെ കാത്തലിക് സെക്സ് ആണ് എന്ന് അറിയില്ല, പക്ഷെ അദ്ദേഹം കാത്തലിക്കാണ്. കാലകാലം സാക്ഷ്യപ്പെടുന്നത് എന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ യാതൊരു വിധത്തിലുമുള്ള റിലീജിയസ് സെറമണി എന്റെ മൃതദേഹം അത് യാതൊരു വിധത്തിലും ചെയ്യണം, എന്നെ ക്രിമേറ്റ് ചെയ്യണം, കത്തിച്ചു കളയണം. അദ്ദേഹം എഴുതിയ വില്ല് അത് അപ്പാടെ നടപ്പാക്കാനായി തീരുമാനമായി കത്തിച്ചു കളഞ്ഞ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാന്റെ ഈ വർഷത്തെ തിരുനാളിന് സമാപനം കുറിക്കുമ്പോൾ പരിശുദ്ധ പിതാവിന്റെ ഈ വാക്യവും പറഞ്ഞു പോകുന്നതുപോലെ നിലയ്ക്കാത്ത ഒരു വിശ്വാസത്തിന്റെ ഉടമകളായി നമ്മൾ മാറേണ്ടതുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് അത് ജീവിക്കാനായിട്ടുള്ളതാണ്. ഇനി അടുത്ത വർഷം ജനുവരി മാസത്തിൽ മാത്രം ഉദിക്കേണ്ട ഒന്നല്ല വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ചുള്ള വിശ്വാസം. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാൻ ആർക്കു വേണ്ടി വിശ്വാസം പ്രചരിപ്പിക്കുവാനായിട്ട് സാധിച്ചുവോ ആ വിശ്വാസം അടുത്ത വർഷം പൊങ്ങി വരാനായിട്ടുള്ള ഒന്നല്ല.